കണക്ക് പ്രകാരം കാര്യങ്ങൾ മംഗളമാണ്. പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നുവല്ലേ? ഒട്ടും താമസിക്കണ്ട, എത്രയും വേഗം മറ്റു ചടങ്ങുകൾ ആരംഭിക്കാം. ഈ മാസാവസാനം എല്ലാ മംഗളകാര്യങ്ങൾക്കും ഉത്തമമാണ്. 2 ദിവസം മുമ്പ് ഒരു ആലോചന വന്നു, അത് നടക്കും. കിഴക്ക് നിന്നല്ലേ ആലോചന വന്നത്? നിങ്ങളിൽ ഉദയം തുടങ്ങിയിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേണ്ട വേണ്ട, എല്ലാം മംഗളമായി നടക്കട്ടെ. എന്നിട്ടാവാം ദക്ഷിണ. എഴുന്നേറ്റോളൂ. ഒന്ന് വഴി മാറി കൊടുത്തേ. ആ ചേച്ചി അങ്ങോട്ട് പോയിക്കോട്ടെ. മാറിക്ക്, അങ്ങോട്ട് മാറിക്ക്. ഒരുപാട് നിഗൂഢ രഹസ്യങ്ങൾ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. അവയെല്ലാം കണ്ടുപിടിക്കാൻ ഇന്ന് വരെ ആരാലും കഴിഞ്ഞിട്ടില്ല. ഓരോ ജീവജാലങ്ങൾക്കും ഓരോരോ കഴിവുകളാണ്. ജ്യോതിർശാസ്ത്രം കണക്കുകളാണ്. ശൂന്യാകാശത്തേക്ക് കുതിച്ചു പോകുന്നതും കണക്കിന്റെ പിൻബലത്തിലാണ്. പോലീസിന്റെ വിളയാട്ടം, തമ്മിൽ സംഘർഷം, തേരി തിരിഞ്ഞുള്ള പോർവിളികൾ, എല്ലാം അശുഭലക്ഷണങ്ങൾ. ഇനി വല്ല പരിഹാരമാർഗങ്ങളുണ്ടോ? ഇല്ല. വല്ല ആപത്തും ഉണ്ടാകും. ആശാനൊന്ന് പറയ്, നെഞ്ചിടിക്കണ്. നെഞ്ചിടിച്ചേ കഴിയൂ. ഗണിക്കാൻ മാത്രമേ എനിക്കറിയൂ. തീരുമാനമെടുക്കേണ്ടത് സർവശക്തനായ തമ്പുരാനാണ്. പുഴയിൽ ഒരു ശവം പൊന്തു. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ. പുകയിലെ അകറ്റി നിർത്തൂ. പുഴയിൽ ശവം പൊങ്ങും. കണ്ണാടി പുഴയിൽ ശവം പൊങ്ങും. ചേട്ടാ, നമ്മുടെ പുഴയിൽ ശവം പൊങ്ങുന്ന്. പുഴയിൽ ശവം പൊങ്ങും. കണ്ണാടി പുഴയിൽ ശവം പൊങ്ങും. അച്ഛോ, അച്ഛ അറിഞ്ഞ നമ്മുടെ കണ്ണാടി പുഴയിൽ ശവം പൊങ്ങുന്ന് പണിക്കരാ പറഞ്ഞത്. ജബാക്ക നിക്ക്. എന്താണ്ടാ? നമ്മുടെ കണ്ണാടി പുഴയിൽ ശവം പൊങ്ങുന്ന് പണിക്കരാ പറഞ്ഞത്. പണിക്കരങ്ങനെ പറഞ്ഞാ? ആ, എന്നാ പൊന്തും. ആരാണാവോ? തങ്കേച്ചി, എന്താ പണി? തങ്കേച്ചി പറഞ്ഞു തുറക്കണ. നമ്മുടെ കണ്ണാടിപ്പുഴ ശവം പൊന്നു പണിക്കരാ പറഞ്ഞേ. അയ്യോ, ചെത്തിപ്പൂ വളരെ കുറവാ. ഇത് മതി ചേച്ചി. റീനെ, നീ അറിഞ്ഞാ എന്ത്? നമ്മുടെ പുഴയിൽ ശവം പൊങ്ങും പണിക്കരാ പറഞ്ഞേ. ഫാദർ അത് സമ്മതിച്ചു. പണിക്കര് വെറുതെ പറയില്ല. ബാലന് ജോലിയൊന്നും ശരിയായില്ലേ? ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ കോട്ടയത്ത് അവനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അവനോട് ചെന്ന് ജോയിൻ ചെയ്യാൻ പറയും. അതെ, എത്രയും പെട്ടെന്ന് അയക്കോ. അതന്നെ എനിക്കും തോന്നണത്. വരുന്നുണ്ട്, അച്ഛൻ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്. നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. ബാല, നിനക്ക് 100 ആയുസാ. നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് കോട്ടയത്ത്. അടുത്ത മാസം ജോലി ഉറപ്പാച്ചാ. ഇന്റർവ്യൂ പാസ്സായി വിവരം അറിഞ്ഞു. നീ പച്ച പറഞ്ഞ് കേട്ടാ മതിട്ടാ. ജോലി ചേരാൻ പറഞ്ഞാൽ ചേരാൻ മതിയില്ലേ? വേണ്ടച്ചാ, ഞാനൊന്ന് പുഴയിലേക്ക് പോട്ടെ. എവിടേക്കൊന്ന് മാറ്റി നിർത്താൻ നോക്കുമ്പോ അവന്റെ ഒരു പുഴ കേട്ടില്ലച്ചോ. പോയിട്ട് വരാമെന്ന് പറയടാ. ശരി അച്ചോ, പോയിട്ട് വരാം. വേലപ്പം വിഷമിക്കണ്ട, പണിക്കര് പറഞ്ഞല്ലേ. അവനൊന്ന് സൂക്ഷിക്കാം. എല്ലാം ദൈവം കാത്തോളും. വാ ജോസേ. ദേവേലപ്പേട്ട, അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ.
രാമേട്ടാ രാമേട്ടാ ഓടിവായോ. എന്താ എന്താണോ നീങ്ങ ഉടനെ തലേന്ന് ചോര വരണ്ട് എന്താണ്ടത്? പുഴക്കടയിലൊരു വഞ്ചിമേ തല മുട്ടിയപ്പോ പൊട്ടിയതാ. ഏയ് വഞ്ചിയോ? വഞ്ചി ഒന്നല്ല, വല്ല മരക്കഷ്ണായിരിക്കും. സത്യോട്ടും വഞ്ചി തന്നെ. പുഴയിലൊരു വഞ്ചി കണ്ടേ, 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 പുഴയിലൊരു വഞ്ചി കണ്ടേ. ശങ്കരേട്ടാ, നമ്മുടെ പുഴയിലൊരു വഞ്ചി കണ്ടു. പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ. ഇതേ കളവ് പോയ വഞ്ചിയാണെന്നാ എനിക്ക് സംശയം. സംശയിക്കേണ്ട ശങ്കരന്റെ വഞ്ചി തന്നെയാ. അയാളല്ലാണ്ട് പിന്നെ ആരാ? അയാളെന്നെ ശങ്കരേട്ടൻ. ഒരു ആവശ്യമില്ലാണ്ട് ബാലന്റെ പേരിൽ കേസ് കൊടുത്താണ്. അയാളെ വെറുതെ നിർത്താനേ പറഞ്ഞ ശങ്കരേട്ട അത് ചെയ്യുന്നു എനിക്ക് തോന്നണില്ല. ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. ശങ്കരേട്ടനാണെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടാ? അയാളാരാ? ഹരിചന്ദ്രനാ. ഇത് തന്റെ വഞ്ചിയാണോ? കേട്ടില്ലേ? പറയണോ? രണ്ട് പൊട്ടിച്ചാ മതി, മിണ്ടാട്ടം തന്നെയാണ് വരും. ഇയാളെ വെറുതെ വിടരുത്. ഇയാളെ വെറുതെ വിടരുത്. വെറുതെ വിടരുത്. അതെ, എന്തിനാ ശങ്കരേട്ട ബാലനെ ചതിച്ചത്? ചെയ്യിച്ചതാ, എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. ഇല്ലെങ്കിൽ കൊല്ലുമെന്ന് അവർ പറഞ്ഞു. അതാ ഞാൻ ഈ കൊലച്ചതി ചെയ്തത്. എന്താ ചെയ്യാ? അന്ന് മുതൽ ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല, ഉറക്കം പോലും വരണില്ല. നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം. ബാല, മാപ്പ്, എന്നോട് പൊറുക്കണം. മാപ്പ്. പട്ടി ചെന്നാൽ പാടി തുറക്കില്ലെന്നറിയാം. ഒന്നിനും കൊള്ളാത്തവര്. നിങ്ങൾക്കത് കത്തിച്ച് കളയാമായിരുന്നില്ലേ? വഞ്ചിയിലെ കല്ല് കെട്ടിയ താഴ്ത്തിയത്. പിന്നെ എങ്ങനെയാടാ വഞ്ചി പൊങ്ങിയത്? കുട്ടികള് കുളിക്കുമ്പോ വഞ്ചിയിൽ തലമുട്ടി. കുട്ടികളെ വഞ്ചി കാണിച്ചു കൊടുത്ത്. ആ ശങ്കരൻ ആ തെമ്മാടി കുറ്റം ഏറ്റെടുത്തു. മുതലാളി, ഞാൻ എല്ലാരും അർത്ഥാവും. പറ്റിയത് പറ്റി.